ലക്ഷ്മിയായി അച്ഛൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾക്കായിരുന്നില്ല അച്ഛനെ കൂടി കൊണ്ടുവരാത്തതിന്റെ കേട്. ബോറടിക്കുന്നുണ്ട് പാർക്കിൽ പോയതാ. വന്നോളൂ. ഇതിപ്പോ ഉച്ചാവാറായില്ലേ, വിളിച്ചിട്ട് എടുക്കുന്നില്ല. അല്ല ഇനി അന്നത്തെ പോലെ വല്ല ലിക്കർ കട അന്വേഷിച്ചു പോയതായിരിക്കോ? അതാവാൻ വഴിയില്ല. അന്ന് മേടിച്ച് കുപ്പി അച്ഛൻ്റെ റൂമിൽ ഇപ്പോഴും ബാക്കി. അത് ശരി. ഇപ്പൊ അച്ഛനും മോനും ഒരുമിച്ചിരുന്ന് കുടിക്കാലോ അല്ലെ? ലക്ഷ്മി ഫുഡൊക്കെ റെഡി അല്ലേ? ഉച്ചാകുമ്പോ എത്തുന്ന. ആ എല്ലാം റെഡിയാണ്. ഇനി സാലഡും കൂടി ഉണ്ടാക്കിയാൽ മതി. അല്ല നിങ്ങളുടെ അച്ഛനെ കാണാൻ വേണ്ടിട്ടല്ലേ അവര് വരുന്നത്? എന്നിട്ട് നിങ്ങളുടെ അച്ഛൻ എവിടെ പോയി കിടക്കണ? അല്ല അച്ഛനെ ബഷീർക്കാ വഴി തെറ്റിട്ട് എന്റെ കടറവണ്ടിയിൽ ഇങ്ങനെ കറങ്ങിയായിരുന്നു. ഞാൻ എന്താക്കാനാ, താഴെയുള്ള കട നടന്നിട്ട് നടന്നത്. പാർക്കിന് ചുറ്റും നടന്നപ്പോ അതേ ബോർഡില് 3-4 കട. ഞാൻ എന്താക്കാനാ, നീ ബാബാക്കി പോവാ. ഇവിടുത്തെ ബക്കാലാടളം വെച്ചിട്ട് എന്താ കാര്യം? അത് ശരി തന്നെ. മാത്യു നിങ്ങളെന്താ ലേറ്റ് ആയത്? ഇവിടെ ഒരുക്കം കഴിഞ്ഞിട്ട് വേണ്ട ഒന്ന് ഇറങ്ങാനായിട്ട്. ഇപ്പൊ തന്നെ എത്താൻ കഴിഞ്ഞത് ഭാഗ്യം. ശരിയാണ്. ബാ ഇവിടെ കയറി. ഇതെന്നാ ബഷീർക്ക് ഇതെന്നാ ഷോപ്പൊന്നും തുറന്നില്ലേ? ഷോപ്പിലായിരുന്നു. പിന്നീട് വേണ്ടടാ കിട്ടിയത്. അച്ഛാ ഞങ്ങളെ മനസ്സിലായോ? അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ മാത്യു വൈഫാണ്. ചൂടാറല്ലേ? പുറത്തൊക്കെ എന്ത് ചൂടല്ലേ? അതന്നെ ഇപ്പൊ ചൂട് തുടങ്ങിയതല്ലേ ഉള്ളൂ. ഈ ചൂടത്താന്ന് രാവിലെ കാറ്റ് പിടിച്ചുകൊണ്ടൊന്നും പാർക്കിൽ നടത്താം. ഞാൻ ഈ അടച്ചിട്ട ഫ്ലാറ്റിൽ എത്ര സമയം ഇരിക്കലേ? അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ശീലിച്ചവർക്ക് ഈ ഫ്ലാറ്റ് ജീവിതം നടക്കൂലെന്ന് അതുള്ളതാ. അല്ലച്ചാ രാവിലെ എത്ര വിളിച്ചത് ഫോൺ എടുക്കാതിരുന്ന? ഇവിടെ ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഈ തോന്നുന്ന ഫോൺ എനിക്ക് പറ്റില്ലാന്ന്. എനിക്കിത് ഞെക്കുന്ന ഫോൺ താ. അല്ല മാത്യു സാർ, ഇത്രയും നല്ല സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുത്തത് മൊത്തം പഠിപ്പിച്ചിട്ടു. അച്ഛൻ ആ പഴയ ഫോൺ മതി. ഓ അതൊന്നും ഇല്ലെന്നേ, സിമ്പിളാ. എന്റെ പേരൻസിന് ഈ സ്മാർട്ട് ഫോൺ തീരെ അറിയില്ല. അവര് നാട്ടിൽ നിന്ന് വന്നപ്പോ ഇച്ചാനല്ലേ എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അതെ, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ. ഈ ലാംഗ്വേജ് മാറ്റിയാൽ തന്നെ പകുതി പ്രശ്നം തീരും. മലയാളത്തിലാക്കാച്ചാ ഇത്. ഇതിന് മലയാളം ഉണ്ടോ? എല്ലാം ഉണ്ട്. അച്ഛനെ തിരിച്ച് നാട്ടിൽ പോണെന്നാ പറഞ്ഞത്. അമ്മ മരിച്ച ശേഷം അച്ഛനും ചേഞ്ച് ആയിക്കോട്ടെ ചോദിച്ചിട്ടാ ഇങ്ങോട്ട് കൂട്ടി. അച്ഛൻ ഇവിടെ അല്ലേ അച്ഛാ നല്ലത്? ഏയ് എനിക്ക് ഇവിടെ ഒന്നും പറ്റൂല. നമുക്ക് നാട്ടിലാകുമ്പോ വൈകുന്നേരം ചായക്കടയിലൊക്കെ പോയി പിന്നെ കുറച്ച് കഴിയുമ്പോ രണ്ടെണ്ണം അതൊക്കെ നമുക്ക് ഇവിടെ സെറ്റാക്കാം. മാത്യു, ഞാൻ വാട്സാപ്പിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലൊന്ന് വേണ്ടോട്ടെന്ന് ഇടയുന്നു. അതടിയണം. ശരി, ഞാൻ പോട്ടാ. നിക്കുന്നേ ഇല്ല, ഷോപ്പിൽ ഇജാസ് ഒറ്റക്കുള്ളേ. പിന്നെ അല്ല ബഷീർക്ക, നമുക്ക് കഴിച്ചിട്ട് പോവാ. ഫുഡൊക്കെ റെഡിയാണ്. വേണ്ട, നിങ്ങൾ കഴിക്കില്ലേ? ശരി എന്നാൽ നമുക്ക് അച്ഛന്റെ ചങ്ങാതിമാരെയൊക്കെ വിളിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. മതി മതി, ഇനിതാ ഭക്ഷണം കഴിച്ചിട്ടാവും. അതെ. മാത്യൂസേ, അച്ഛൻ ഈ പറഞ്ഞ ആ ബോട്ടിംഗ് ഇല്ലേ, അതിന് വിളിക്കുമ്പോ ആളെ കാണുന്നില്ല. ആളെ കാണുന്നില്ല. സൗണ്ട് എല്ലാം കേൾക്കണ്ടോ? സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്, ആളെ മാത്രം കാണുന്നില്ലാന്ന്. അതുമല്ല, സെറ്റിംഗ് മാറിപ്പോയതായിരിക്കും. നീ വന്നിട്ട് ശരിയാക്കിത്താ. അത് ഞാൻ ശരിയാക്കി തരാം. ശരി. ഗ്രൂപ്പിൽ അച്ഛൻ മെസ്സേജ് ഇട്ടിരിക്കുന്ന അച്ഛന്റെ ഫോൺ തന്നെ വേഗം മേടിച്ചിട്ടിരിക്കുന്നേ. ഇതല്ലേ ഈ ഫോട്ടോസ്? ഏത് ഫോട്ടോ? അച്ഛാ ഇതൊക്കെ എന്തിനാ അച്ഛാ ഇതിലിട്ടെ? ഈ ഫോണിൽ കൊണ്ടിട്ട് അച്ഛൻ കൊറേ ആയിട്ട് കളിക്കണേ. എന്ത് പുറത്താണ്ടോ? അച്ഛൻ അറിയില്ലെങ്കിൽ ചോദിച്ചിട്ട് ചെയ്യേണ്ട ഇതൊക്കെ. മാത്യൂസിനെ പറഞ്ഞാ മതി. ചേട്ടാ 2 ദിവസം ലീവാന്നല്ലോ പറഞ്ഞേ? അതെ. നമുക്ക് എവിടേക്കെങ്കിലും പോയാലോ? എടാ, ഇത് നമ്മള് രാഘവന്റെ മോനല്ലേ? ഇവന്താ ബുർജൻ ഖലീഫ ഫോട്ടോ എടുത്തിട്ട്
എനിക്ക് എടുക്കണം ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാൻ. എന്നാ നമുക്ക് ഈ ആഴ്ച ബുർജ് ഖലീഫ കാണാൻ പോയല്ലോ. നമ്മൾ ഒരു ജോലിക്ക് പോവാം. നമുക്ക് ഈ ആഴ്ച പോവാം. സെറ്റാക്കാം. തെറ്റ്. സെറ്റ്. ഹലോ മാത്യൂസേ, ആച്ചാ നീ എവിടെ? എന്നാ പറ്റി? എടാ എനിക്ക് ഒന്ന് അർജന്റ് കാണണം ഇപ്പോഴോ? ഇപ്പൊ തന്നെ. എന്നാ ഞാൻ വീട്ടിലേക്ക് വരാം ഇപ്പൊ. ശരി വേണ്ട വേണ്ട, വീട്ടിലേക്ക് വരണ്ട, താഴെ പാർക്കില്. ശരി, എന്നാ ഞാൻ പാർക്കിലേക്ക് വരാം. ഓക്കെ ഓക്കെ. അച്ഛാ എന്നാ എന്നാ മാത്യൂസേ, ആ? പൈസ ചോദിക്കുന്നടാ. ആരി? രമേശാ? അല്ല, ദേ ഇവള്. ഇത് എന്നാ അച്ഛാ? അറിയാൻ മേലാത്ത കോൾ എടുക്കരുത് ഞാൻ പറഞ്ഞതല്ലേ. എടാ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോയടാ. എന്നിട്ട് എല്ലാം കണ്ട? ഞാൻ കണ്ടതല്ല പ്രശ്നം, പിന്നെ അവള് എല്ലാം കണ്ടടാ. ശ്ശേ. അത് മാത്രല്ല, അവളത് റെക്കോർഡ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇടുന്ന പറയുന്നു. എന്റെ പൊന്നച്ഛാ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എടാ, നീ എങ്ങനെയെങ്കിലും അതൊന്ന് ഒതുക്കിത്താടാ. ഇതിപ്പോ എങ്ങനാ? ഒരു കാര്യം ചെയ്യാം, കേസ് കൊടുക്കാം. ആ, കേസ് ഫയൽ ചെയ്യാം, ഇത് ബ്ലോക്കും ചെയ്യാം. എടാ, നീ എങ്ങനെയെങ്കിലും രമേശ് അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കടാ. നാളെ എന്തെങ്കിലും ചെയ്യാന്നേ. അച്ഛൻ ഇപ്പൊ സമാധാനമായിട്ട് പോകും. ആ, ഓക്കെ. എടാ, നീ നാളെ കേസ് കൊടുക്കും. അതെ. അപ്പോ ഇന്ന് തന്നെ കയ്യിൽ ഇരിക്കട്ടെ. എന്തിന്? ഇന്ന് രാത്രി കൂടി അവള് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാം. എന്റെ അച്ഛാ,